പ്രകൃതിയും ദൈവവും ഒന്നാകുന്ന പാവനമായ കാവുകൾ കേരളത്തിന്റെ മണ്ണിൽ നിരവധിയുണ്ട്. അങ്ങനെയൊരിടമാണ് കണ്ണൂരിലെ തളിപ്പറമ്പിന് സമീപത്തെ കയ്യത്ത് നാഗംകാവ്. 16 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഈ വനഭൂമി കേവലം ഒരു കാവ് മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കാവുകളിൽ ഒന്നാണ്. നഗരത്തിരക്കുകളിൽ നിന്നും മാറി വള്ളിക്കെട്ടുകളും പടുകൂറ്റൻ മരങ്ങളും നിറഞ്ഞ ഈ മലയോരം ഭക്തർക്ക് സമ്മാനിക്കുന്നത് ശാന്തമായ ഒരു അനുഭവമാണ്. നഗരത്തിരക്കുകളിൽ നിന്ന് മാറി വള്ളിക്കെട്ടുകളും പടുകൂറ്റൻ മരങ്ങളും നിറഞ്ഞ തളിപ്പറമ്പിന് സമീപത്തെ കയ്യത്ത് നാഗക്ഷേത്രം ഭക്തർക്ക് സമ്മാനിക്കുന്നത് ശാന്തവും അതീന്ദ്രിയവുമായ ഒരനുഭവമാണ്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്ററോളം ദൂരത്തിൽ വെള്ളിക്കീൽ എന്ന ഗ്രാമത്തിലാണ് കയ്യത്ത് നാഗക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. താഴെ ക്ഷേത്രത്തിൽ നാഗരാജാവും കുഴിനാഗവും വാഴുമ്പോൾ കുന്നിനു മുകളിൽ പാടിക്കുന്നിലപ്പനായി സാക്ഷാൽ ശിവപെരുമാളും കുടികൊള്ളുന്നു. ഉടമയും ഉടയാഭരണങ്ങളും ഒരേപോലെ വാഴുന്ന ഈ മണ്ണിൽ നാഗാരാധന നടത്തിയാൽ സർപ്പദോഷങ്ങൾ നീങ്ങി ഐശ്വര്യം വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. ഈ നാഗത്തിലെ വിശേഷമായ പൂജകൾ ധനുമാസത്തിലെ ആയില്യ പൂജയാണ് ഒന്ന്. രണ്ടാമത് ചെയ്യുന്നത് കുംഭമാസത്തിലെ ആയില്യം. മൂന്നാമത് ചെയ്യുന്നത് മേടമാസത്തിലെ ആയില്യ പൂജ. ഈ പൂജയാണ് പണ്ട് കാലങ്ങളിൽ നമ്മൾ നടത്തി വരുന്നത്. അപ്പോൾ കുറേ ആൾക്കാരെ ഭക്തജനങ്ങളുടെ ആവശ്യാർത്ഥമൊക്കെ ഭക്തജനങ്ങൾ വന്ന് മടങ്ങിപ്പോകുന്നതെല്ലാം കൊണ്ട് ആണ് ഈ മാസം സർപ്പോലി പൂജ കഴിക്കാൻ വേണ്ടിയിട്ട് ദേവസ്വവും അതുപോലെ തന്നെ എൻ്റെ തന്ത്രിമാർ ഉൾപ്പെടെ തീരുമാനിച്ചുകൊണ്ട് നടത്തുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നൂറും പാല് സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ട് നൂറും പാല് കഴിപ്പിച്ച് പോരുന്നുണ്ട്. അതുപോലെ തന്നെ മുട്ട ഒപ്പിക്കുന്നത്, അതുപോലെ തന്നെ പാമ്പിൻ്റെ രൂപ നാഗപടവും സർപ്പോലി പൂജയാണ്. സർപ്പോലി പൂജേനപ്പുറം നാഗപടവും എടുത്ത് ഒപ്പിക്കും. അത് പ്രധാനപ്പെട്ട ഒരു പൂജയാണ്. കയ്യത്ത് നാഗക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമാണ് ഉള്ളത്. വിശ്വാസപ്രകാരം ലോകനാഥനായ രാജരാജേശ്വരന്റെ തൃക്കൈകളിൽ ആഭരണമായി അണിഞ്ഞിരുന്ന ദിവ്യസർപ്പങ്ങളിൽ ഒന്നാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഒരിക്കൽ മഹാദേവന്റെ കയ്യിൽ നിന്നും ഊർന്നു വീണ ആ സർപ്പരൂപം പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഈ കുന്നിൻ മുകളിൽ സ്വയംഭൂവായി അവതരിച്ചു എന്നാണ് ഐതിഹ്യം. കയ്യിൽ നിന്ന് വീണ നാഗം വസിക്കുന്ന ഇടമായതിനാലാണ് ഇവിടം കയ്യത്ത് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയതെന്നും ഐതിഹ്യമുണ്ട്. കയ്യത്ത് നാഗക്ഷേത്രത്തിനുള്ളിൽ കടന്നാൽ ഇപ്പോഴും സംരക്ഷിച്ചു പോകുന്ന നാഗപുറ്റുകൾ കാണാം. അമ്പലത്തിൽ അവകാശികളായി 4 മണിയാണി തറവാട്ടിലെ കുടുംബങ്ങളുണ്ട്. അവരാണ് ഈ അരി എഴുന്നള്ളിച്ചിട്ട് കൊണ്ടുപോകുന്നത്. അത് വർഷാവർഷം ഓരോ വർഷം മാറിയിട്ട് ഒരു കൊല്ലം ഒരു കുടുംബം കൊണ്ടുപോകും. ഇപ്പം വാര്യമ്പത്തിലെ കുടുംബത്തിലെ അംഗമായ ഭാസ്കരൻ മണിയാണിയാണ് ഇപ്പം അരി കൊണ്ടുപോകുന്നു വരുന്നത്, അടുത്ത പുത്തരി വരെ. അതിനുശേഷം വേറെ തറവാട്ടുകാർ ഏറ്റെടുക്കും. പുരാതന കാലത്ത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് നിത്യനിവേദ്യത്തിനുള്ള അരി എത്തിച്ചിരുന്നത് കയ്യത്ത് നിന്നായിരുന്നു. ആ സ്മരണയിൽ ഇന്നും എല്ലാ സംക്രമനാളിലും കയ്യത്ത് നിന്ന് പരമ്പരാഗതമായ രീതിയിൽ തലച്ചുമടായി തളിപ്പറമ്പിലേക്ക് അരി എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത് പതിവാണ്. സർപ്പദോഷങ്ങൾ അകറ്റാനും മാനസിക ശാന്തി തേടാനും ആയിരങ്ങൾ എത്തുന്ന ഈ കാനന ക്ഷേത്രം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പവിത്രമായ ബന്ധത്തിന്റെ പ്രതീകമാണ്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.